ബീഹാറിന്റെ ഏറ്റവും പുതിയ ചിത്രം നോക്കി വരികയാണെങ്കിൽ NDA 200 സീറ്റിൽ വ്യക്തമായ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് NDAയുടെ തേരോട്ടം നമ്മൾ കാണുകയാണ്. മഹാഗഠബന്ധൻ 37 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ച കാണുന്നു. BJP ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. 91 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. ഒപ്പം JDU രണ്ടാമതുണ്ട്, 79 സീറ്റിൽ JDU ഉണ്ട്. LJP 22 സീറ്റിൽ അവരുടെ ശക്തമായ മേധാവിത്വം പ്രകടമാക്കുന്നു. ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മഹാഗഠബന്ധൻ 37 സീറ്റിൽ ഒതുങ്ങുമ്പോൾ RJD 29, കോൺഗ്രസ് 4 എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഇടത് പാർട്ടികളെല്ലാം കൂടി 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതായത് കോൺഗ്രസും ഇടത് പാർട്ടികളും സമാസമം അവിടെ മുന്നേറുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ B. റെജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ B. റെജി, കോൺഗ്രസിന്റെ ഫിഗറിലേക്കൊന്ന് നോക്കൂ. 4 സീറ്റ് 2020 16 സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് ഇത്തവണ 61 സീറ്റിൽ മത്സരിച്ചു. 4 സീറ്റിൽ മാത്രം ലീഡ് പരിമിതപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന് ഇത്ര വലിയൊരു പതനം ഉണ്ടായത്? തീർച്ചയായും കോൺഗ്രസിന്റെ മാർജിനിൽ ഉണ്ടാകുന്ന കുറവ് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ മുതിർന്ന നേതാക്കളും ഗൗരവതരമായ ചർച്ചകൾ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയും റൗണ്ടുകൾ എണ്ണിത്തീർക്കാനുണ്ട്, അതൊരു ഭാഗത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭാഗത്ത് NDA മുന്നണിയോട് ഒപ്പം നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് ഭരണപക്ഷത്തുള്ള പാർട്ടികളും പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളും തമ്മിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കുന്നതിന് പകരം എല്ലാ വിധത്തിലുള്ള സഹായവും NDAക്ക് നൽകിക്കൊണ്ട് അവർക്ക് കൂടുതൽ മുന്നേറ്റം നടത്തുവാൻ ആവശ്യമായ പിൻബലവും പിന്തുണയും നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ നേടുന്ന ഒരു വിജയമായി നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. കാരണം SIR വഴി 42 ലക്ഷത്തിലധികം വോട്ട് അവിടെ നിഷേധിക്കപ്പെട്ടു. ഫൈനൽ ടാലി വരുന്നതിന് ശേഷവും പോലും 3.25 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു. അതായത് കോൺഗ്രസിനും പ്രതിപക്ഷ മഹാഗഠബന്ധനും ലഭിക്കേണ്ടതായ വോട്ടുകൾ വെട്ടിക്കളയുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ മേഖലയിലെ നിൽക്കുന്ന വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജൻ സ്വരാജ് പാർട്ടിയുടെയും അതുപോലെ അസദുദ്ദീൻ ഒവൈസിയുടെ ലീഗിനെയും ആ ലീഗിന്റെയും വോട്ടുകൾ വഴി പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു നേട്ടമുണ്ടാക്കാനും BJPക്ക് കൂടെ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ മുഖ്യമന്ത്രി ലഡ്കി യോജന വഴി സ്ത്രീകൾക്ക് നൽകുന്ന 10,000 രൂപയുടെ ഒരു സാമ്പത്തിക സഹായം അവരുടെ അക്കൗണ്ടുകളിലേക്ക് അവർക്ക് നൽകുന്നത് അത് യഥാർത്ഥത്തിൽ സർക്കാർ ഖജനാവിൽ നിന്ന് തുക എടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. ആ നടപടിയെ അങ്ങേയറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കുകയും ചെയ്യുണ്ടായി. അപ്പൊ ഇവിടെ ഒരു പ്രതിപക്ഷവും ഒരു ഭരണകക്ഷിയും തമ്മിലുള്ള ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എല്ലാ പാർട്ടികൾക്കും ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യവും സുഗമവും നിഷ്പക്ഷവും നീതിപൂർവവുമായ നടത്തിപ്പിന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അനിവാര്യമാണ്. ഇവിടെ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കേണ്ടത്. അതായത് ആത്യന്തികമായി പ്രതിപക്ഷങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ BJPക്ക് എതിരെ നിൽക്കുന്ന ശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൈവരിക്കുവാൻ നടത്തുന്ന ഇടപെട്ടുകൊള്ളട്ടെ. താങ്കൾ പറഞ്ഞു 42 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റി 3.25 ലക്ഷം ആളുകളെയൊക്കെ ഒഴിവാക്കി എന്നുള്ള കണക്കൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് യാഥാർത്ഥ്യവുമാണ്. 42 ലക്ഷം ഈ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയ റോഹിംഗ്യൻസ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള നിരവധി പൗരന്മാരെ, വിദേശ പൗരന്മാരെ ഈ അതിതീവ്ര വോട്ടർ പരിഷ്കരണത്തിലൂടെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നോക്കൂ, ഇപ്പോൾ നിങ്ങൾ വോട്ട് ചോരി എന്നാരോപിക്കുന്നു. ഇപ്പോൾ SIR ആണ് NDAയെ ഇത്തരത്തിൽ വലിയ വിജയത്തിലേക്ക് നയിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇത്തരത്തിൽ എൻ്റെ വോട്ട് അകാരണമായി ഇതിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഇന്ന കാരണങ്ങൾ നിരത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് നിഷേധിച്ചു എന്ന് ഒരു ഇന്ത്യൻ പൗരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലക്കെടുത്തിട്ടുണ്ട്. മറിച്ച് നിങ്ങൾ പറയുന്ന
ഈ അനധികൃത വോട്ടുകൾ അവർക്ക് തെളിയിക്കാൻ ഒരു രേഖയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 42 ലക്ഷം അനധികൃത വോട്ടർമാർ എന്ന് തന്നെ പറയേണ്ട ഈ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പുറത്തേക്ക് പോയത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു തരത്തിലും നിങ്ങൾ അതിനെ ചലഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബീഹാറിൽ NDA വൻ വിജയം നേടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിജയം നേടിയത് എന്ന് പറയുന്നത് എത്ര അപഹാസ്യമാണ് റജി. നോക്കൂ, അത് അപഹാസ്യമാണ് എന്ന് പരിഹസിക്കുന്നതിന് മുമ്പ് നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇന്ന് പാർലമെന്റിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് 13 കോടി വോട്ടർമാരുടെ പിൻബലത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വത്തോടെ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റെക്കോർഡുകളുടെ സഹായത്തോടെ ചില ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞല്ലോ, അങ്ങേക്ക് പരാതിയുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അങ്ങേക്ക് പരാതിയുണ്ടെങ്കിൽ വളരെ കൃത്യമായി നിയതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾക്ക് പരാതി നൽകൂ. അത് ഉണ്ടായോ റെജി? രാഹുൽ ഗാന്ധി ഒരു പരാതി എവിടെയെങ്കിലും നിയമപരമായ മാർഗത്തിലൂടെ ഉന്നയിച്ചിട്ടുണ്ടോ? അദ്ദേഹം ചില പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം അങ്ങേയറ്റം അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ അത് ബീഹാറിലെ ജനങ്ങൾ പോലും കണക്കിലെടുത്തില്ല. അതാണ് 61 സീറ്റിൽ മത്സരിച്ചിട്ടും 4 സീറ്റിൽ ഇപ്പോൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത് റജി. അതെ, സീറ്റിന്റെ എണ്ണത്തിൽ അങ്ങ് പറയുന്നത് പോലെ തന്നെ 4 സീറ്റിൽ തന്നെ നിൽക്കുന്നു. ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനു പോലും ഉത്തരം നൽകുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അത് ചോദിച്ചതാരാണ്? ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യത്തിൽ ഒന്നുപോലും ഈ നാളിതുവരെ, അതായത് 5-ാം തീയതിയാണ് ആ ചോദ്യം, അതായത് കഴിഞ്ഞ മാസം 5-ാം തീയതി ചോദിച്ച ചോദ്യങ്ങൾക്ക് നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം.